ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളികളായ കന്യാസ്ത്രീകളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. രാജ്യവിരുദ്ധരുടെ ഇടപെടൽ ആണ് ഉണ്ടായതെന്ന് CBCI വക്താവ് ഫാദർ റോബിൻസൺ പറഞ്ഞു. കൺഫേം ടിക്കറ്റുകളുമായാണ് കുട്ടികൾ യാത്ര ചെയ്തത്. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സഹായം തേടിയിട്ടുണ്ടെന്നും ഫാദർ റോബിൻസൺ പറഞ്ഞു. Sister Preeti and Sister Vandana, both from the Green Garden congregation, they are now in judicial custody. These all are fabricated cases. We condemn such fabricated and harassments, cases and harassments. We'll surely raise this issue with the Prime Minister, Adarniya Shri Narendra Modi ji, and also the Home Minister Adarniya Shri Amit Shah ji, and ask them to look into this kind of cases personally, because these are increasing day by day and simply defaming the modesty, defaming the name and modesty of our religious women. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഈ CBCI വക്താവ് ഫാദർ റോബിൻസൺ പറഞ്ഞത് ഇത് കെട്ടിച്ചമച്ചുണ്ടായ കേസാണ്. അതുമാത്രമല്ല, ഇത് സ്ഥിരമായി ഇങ്ങനെ നടക്കുന്നു. അത് സഭയുടെ തന്നെ വിശ്വാസ്യതയെ അത് ഹനിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകാനുള്ള കാരണം? സ്മിത, ഈ വിഷയത്തിൽ CBCIയും ഈ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, രാഷ്ട്രീയമായത് എന്ന് സംശയിക്കുന്ന ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ട് ടിക്കറ്റ് ഇല്ലാതെയായിരുന്നു ഈ കുട്ടികൾ, ഈ 3 കന്യാസ്ത്രീകളോടൊപ്പം പോകാനിരുന്ന 3 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നത്. തുടർന്നാണ് ചോദ്യം ചെയ്യലുണ്ടായത്. തുടർന്ന് ഇവരെ മനുഷ്യക്കടത്ത് നടത്തുകയാണെന്ന് ആരോപിച്ച് പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് പുറത്തുവന്ന വിവരം. എന്നാൽ ഈ കുട്ടികളുടെ കൈവശം കൺഫേം ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവർ ജോലിക്ക്, ഈ കന്യാസ്ത്രീ സമൂഹം നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോകുകയാണെന്ന് പോലീസിനെ അറിയിച്ചിരുന്നു. കൂടാതെ ഈ ജോലിക്ക് പോകുന്നതിനായി അവരുടെ മാതാപിതാക്കൾ നൽകിയ സമ്മതപത്രം ഈ കന്യാസ്ത്രീകളുടെ കൈവശവും കുട്ടികളുടെ കൈവശവും ഉണ്ടായിരുന്നു. ഇവരുടെ രേഖകൾ, ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കിയിരുന്നു. നിലവിൽ തന്നെ അവർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്ന് പോലീസിനെ അറിയിച്ചിരുന്നു. ഇതെല്ലാം ഉണ്ടായ ശേഷം ഒന്നും പരിഗണിക്കാതെയാണ് പോലീസ് ഈ 2 കന്യാസ്ത്രീകൾക്കുമെതിരെ മനുഷ്യക്കടത്തിന് കേസെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ സഹായം CBCI തേടിയിട്ടുണ്ട്. നാളെ ഇവർക്ക് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നും CBCI അറിയിച്ചിരിക്കുന്നു. നിയമപരമായി തീർത്തും ഭരണഘടനാ അനുസൃതമായി പ്രവർത്തിക്കുന്ന തങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഈ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നും തുടർച്ചയായി ഇത്തരത്തിലുണ്ടാകുന്നത് ഈ സമൂഹത്തിന്റെ, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതിച്ഛായയെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് CBCI മുന്നോട്ട് വയ്ക്കുന്നത്. സ്മിത. ബൽറാം, ഈ ദൃശ്യങ്ങളിൽ നാം കാണുമ്പോൾ ഒരു സഹോദരൻ, ആ പെൺകുട്ടികളുടെ സഹോദരനൊപ്പമാണ് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. തർക്കിക്കുന്നുണ്ട്, കയർക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ കൈ ഉപയോഗിച്ചിട്ട് മർദ്ദിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സ്മിത, ഈ 3 പെൺകുട്ടികളായിരുന്നു ഈ ആശുപത്രിയിൽ ജോലിക്കായി ഈ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഒപ്പം തന്നെ ഇവരെ ആദ്യഘട്ടത്തിൽ ഈ റെയിൽവേ ഉദ്യോഗസ്ഥരും തുടർന്ന് ബജ്റംഗ് ദൾ പ്രവർത്തകരും ഇവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് ടിക്കറ്റ്, ഈ കൺഫേം ടിക്കറ്റ് കൈവശമുണ്ടായിരുന്നത് ഈ 2 കന്യാസ്ത്രീകളുടെ കൈവശമാണ്. അവർ അവിടേക്ക് എത്തിയ ഘട്ടത്തിൽ അവരോടൊപ്പം ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ കൺഫേം ടിക്കറ്റ് ഉണ്ടായിട്ടും ഒപ്പം തന്നെ ഈ രേഖകൾ ഉണ്ടായിട്ടും ഇതൊന്നും അംഗീകരിക്കാൻ ഈ ബജ്റംഗ് ദൾ പ്രവർത്തകരോ അവർ വിളിച്ചതനുസരിച്ച് അവിടെ എത്തിയ പോലീസോ റെയിൽവേ അധികൃതരോ തയ്യാറായില്ല. മുഴുവൻ രേഖകളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ മനുഷ്യക്കടത്തിന് കേസെടുക്കുകയായിരുന്നു. നേരത്തെ മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇവരെ തടഞ്ഞു വെച്ചത് എങ്കിലും അത് നിലനിൽക്കില്ല, ആ ആരോപണം നിലനിൽക്കില്ല എന്ന് രേഖകൾ പരിശോധിച്ച് അവർ നിലവിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണ് എന്ന് ആധാർ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായതോടുകൂടിയാണ് ഇവർക്കെതിരായി
തുടർന്ന് മനുഷ്യക്കടത്ത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനും വിരുദ്ധമായ നിലനിൽക്കാത്ത തരത്തിലുള്ള രേഖകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. ഫോണിൽ പോലീസ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു, ഗ്രാമത്തലവനുമായി സംസാരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അവരെല്ലാം തന്നെ തങ്ങളുടെ അറിവും സമ്മതത്തോടെയുമാണ് ഈ ജോലിക്കായി ആശുപത്രിയിൽ ജോലിക്കായി പോയത് എന്ന് അറിയിച്ചെങ്കിലും ഒന്നും ചെവികൊള്ളാൻ പോലീസ് തയ്യാറായില്ല. അതിന് പിന്നിൽ ഈ ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഈ CBCയെ അടക്കം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഉന്നതതലത്തിലുള്ള ഇടപെടൽ വേണമെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വേണമെന്നും ആവശ്യം ഉയർന്നിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.